ഓക്കെ. അപ്പൊ നമ്മൾ നാളെ പരീക്ഷ എഴുതാൻ പോവാണ് നിങ്ങൾ എല്ലാവരും. പലർക്കും ഒരു 100 പേരെടുത്താൽ ഒരു 5 പേർക്ക് പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയവരൊക്കെ ആയിരിക്കും. പക്ഷേ പരീക്ഷയുടെ ഉത്തരക്കടലാസിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഉത്തരക്കടലാസിനെ എങ്ങനെ സമീപിക്കണം എന്നാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ അതെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് നമ്മളുടെ പരീക്ഷാ പേപ്പർ ഇൻവാലിഡ് ആയി പോകരുത്, അതിനുവേണ്ടി മാത്രം പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ്സുകൾ കേൾക്കുക കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് തരുന്ന ഒരു പരീക്ഷാ പേപ്പർ ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ഉത്തരക്കടലാസ് OMR ഷീറ്റ്. ഓക്കെ. ഇതിൽ ഓരോ ഭാഗങ്ങളെ പറ്റിയാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ കണ്ടോ, കേരള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് ഒക്ടോബർ 2023, കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഇത്. ഓക്കെ. ആൻസർ ഷീറ്റ് കാറ്റഗറി 2. ആദ്യം തന്നെ നമുക്ക് അവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. ഓക്കെ. ലീവ് ദ ബോക്സ് ബിറ്റ്വീൻ ഈച്ച് പാർട്ട് ഓഫ് ദി നെയിം. ഓരോ പാർട്ടും ഓരോ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ കോളത്തില് നമ്മുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ, ദെൻ രണ്ടാമത്തെ ലെറ്റർ, മൂന്നാമത്തെ ലെറ്റർ. അത് കഴിഞ്ഞ് നമുക്ക് ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം സ്പേസ് വിട്ടിട്ട് അടുത്തതിൽ ഇനിഷ്യൽ എഴുതാവുള്ളൂ കേട്ടോ. ഓക്കെ. ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു കോളത്തിൽ തന്നെ 2 ലെറ്റർ എഴുതരുത്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് റോൾ നമ്പർ ആണ്. നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഒരു റോൾ നമ്പർ ഉണ്ടാവും. ആ റോൾ നമ്പർ എന്താണോ അത് ഇവിടെ ഫില്ല് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ റോൾ നമ്പർ നമ്മുടെ 23ലാണ് രണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന് നേരെ താഴെ രണ്ടാമത്തെ നമ്പർ ഇട്ടേക്കണ കണ്ടോ, അവിടെ 2 നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. പുറത്തേക്ക് പോകരുത്, വേറെ ഒന്നിലേക്ക് പോകരുത്. രജിസ്റ്റർ നമ്പർ തിരുത്തൽ അവിടെ അനുവദിക്കില്ല. ഇതിന് തെറ്റുപറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പരീക്ഷ നമ്മുടെ ഇൻവാലിഡ് ആയി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതിന് പുറത്തു പോകാതെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ബബിൾ ചെയ്യാൻ. ഓക്കെ. മുകളിൽ എഴുതുന്ന നമ്പറിന്റെ അതേ ഭാഗം തന്നെ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ 0 കൂടി ഉള്ളത് കൊണ്ട് അതിങ്ങനെ ശ്രദ്ധിച്ചു വേണം കേട്ടോ എഴുതാൻ. 0 മുതൽ 9 വരെയുള്ള നമ്പറിൽ കേട്ടോ. അങ്ങനെ ഓരോ രജിസ്റ്റർ നമ്പർ എഴുതുക, അതിന് തക്ക ഇത് താഴെ ബബിൾ ചെയ്യുക. അതാണ് അടുത്ത സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ. ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന് ഒരു നമ്പർ ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ബുക്ക്ലെറ്റിന് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറും അതുപോലെ തന്നെ ഇവിടെ അക്കം ഇവിടെ എഴുതുക, അതിന് തത്തുല്യമായ നമ്പർ ഇവിടെ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ. ഇനി ആ സെറ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് ABCD 4 സെറ്റുകളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തരിക. നമ്മൾ A കോഡ്, B കോഡ്, C കോഡ്, D കോഡ്. അത് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിരിക്കുന്ന ആ ബെഞ്ചില് കോഡ് ഏതാണെന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. PSC എഴുതിയവർക്ക് കുറച്ച് അറിയായിരിക്കും അല്ലെ. അപ്പൊ ആ കോഡ് ഏതാണോ അത് മാത്രം ബബിൾ ചെയ്യുക കേട്ടോ. ആ കോഡ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ബുക്ക്ലെറ്റ് വെച്ച് നിങ്ങളുടെ വാല്യൂ ചെയ്യുകയും അത് ഇൻവാലിഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കാൻഡിഡേറ്റ് സൈൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ദെൻ ഇൻവിജിലേറ്റർ സിഗ്നേച്ചറിന്റെ അവിടെ നമ്മുടെ ടീച്ചറുടെ സൈൻ മസ്റ്റ് ആയിട്ടും എക്സാം തീരുന്നതിന് മുമ്പ് ടീച്ചർ ഇട്ടില്ലെങ്കിലും നിങ്ങൾ ഓർമ്മിപ്പിച്ചിടണം. ഓക്കെ. ഇതൊക്കെ ഇൻവാലിഡ് ആവുന്നതിനുള്ള സാധ്യതകളുള്ള ഏരിയ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കാൻഡിഡേറ്റ് കോപ്പിയാ. നമ്മുടെ ആൻസർ ഷീറ്റ് ശരിക്കുള്ളതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു കോപ്പിയും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ആൻസർ ചെയ്ത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് വീട്ടിലേക്ക് തന്നുവിടുന്ന ഒരു കോപ്പിയാണ്. ഇതിന്റെ ഒറിജിനൽ കോപ്പി അവർ കൊണ്ടുപോകും. ഇത് അടിയിലിരിക്കുന്ന ഭാഗമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒറിജിനൽ സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി പാർട്ട് 1 ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കാറ്റഗറി 2ന്റെ ആയതുകൊണ്ട് സൈക്കോളജിയും പിന്നെ നമ്മുടെ ഓപ്ഷൻ സബ്ജക്റ്റും പാർട്ട് 1 ഭാഗത്ത് എഴുതണം. ആദ്യത്തെ ചിലപ്പോ ഒരു 30 ക്വസ്റ്റ്യൻ സൈക്കോളജി ആണെങ്കിൽ അതിന്റെ ഓരോ നമ്പർ ഇട്ട് ഓരോന്നിന്റെ ഉത്തരങ്ങൾ ബബിൾ ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഒരേ നമ്പറിന് നേരെ ബബിൾ ചെയ്യരുത്. ഓക്കെ. അത് തെറ്റായിട്ട് പരിഗണിക്കും. ക്ലിയർ ആണല്ലോ. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ അങ്ങനെ ബബിൾ ചെയ്യരുത്. അങ്ങനെ ആദ്യത്തെ 30 ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇപ്പൊ ആദ്യത്തെ 30 കണ്ടോ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി ആയിരുന്നു. അപ്പൊ ആ 30 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ 31 മുതൽ 90 വരെയുള്ള ചോദ്യം നമ്മൾ പാർട്ട് 2 ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾ മാത്സ് പ്ലസ് സയൻസ് എടുത്തോളണം. നമ്മുടെ തരുന്ന ആദ്യത്തെ ബുക്ക്ലെറ്റില് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റില് 30 മുതൽ 90 ചോദ്യം വരെ ആദ്യം സയൻസും സോഷ്യലും ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് പേജുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും 30 to 90 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. അവിടെ സോഷ്യൽ ആയിരിക്കും. ഇതിൽ ഏതാണോ നമ്മുടെ ഓപ്ഷൻ അത് എഴുതുക. കാറ്റഗറി 1 ഉള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. 30 തൊട്ട് 90 വരെ ഉള്ളത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എഴുതിയേ പറ്റും. അതിൽ മാത്സ് ഉണ്ടാവും, EVS ഉണ്ടാവും, സോഷ്യലിന്റെ ഭാഗം ഉണ്ടാവും, എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും അതിൽ. ഓക്കെ. അപ്പൊ ഓപ്ഷൻ എടുത്തിട്ടുള്ളവര് 30 തൊട്ട് 90 വരെ ആ ബുക്ക്ലെറ്റ് തന്നെ 2 ഭാഗം ഉണ്ടാവും. ആദ്യത്തെ ഭാഗത്ത് 30 to 90 ക്വസ്റ്റ്യൻ സയൻസ് പ്ലസ് മാത്സ് എടുക്കുന്നവർ മാത്രം നോക്കിയാൽ മതി.
അല്ലാത്തവര് സോഷ്യൽ ഓപ്ഷൻ എടുക്കുന്നവര് അത് വിട്ടേക്കുക. ദെൻ വീണ്ടും കുറച്ച് പേജുകൾ ചെല്ലുമ്പോൾ വീണ്ടും ഒരു 38-90 കാണും. അതാണ് നമ്മുടെ സോഷ്യലിന്റെ ഭാഗം. അത് മാത്രമേ കുത്താവുള്ളൂ, രണ്ടും കുത്തരുത്, രണ്ടും മിക്സ് ആക്കിയും കുത്തരുത്. ഇപ്പൊ നിങ്ങൾക്ക് 31ാമത്തെ സയൻസിൽ ചോദ്യം അറിയാം, നിങ്ങൾ അത് എഴുതി. ഇനി സോഷ്യലിന്റെ 60ാമത്തെ അറിയാം, അത് എഴുതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻവാലിഡ് ആവും. സയൻസ് പ്ലസ് മാത്സ് ആണെങ്കിൽ 38-90 അത് മാത്രം എഴുതുക. ദെൻ വീണ്ടും 2 പേജ് മറയ്ക്കുമ്പോൾ 38-90 സോഷ്യലിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് മാത്രം അറ്റൻഡ് ചെയ്യുക. രണ്ടിലേയും കൂടെ മിക്സ് ആക്കി എഴുതരുത്. കാറ്റഗറി 2 എഴുതുന്നവര്. 1 എഴുതുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല. 38-90 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി പാർട്ട് 2 ഭാഗത്ത് നമ്മൾ ഓപ്ഷൻ കൊടുത്തപ്പോ ലാംഗ്വേജ് 1 എന്നും പറഞ്ഞ് നമ്മൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ കൊടുത്തത് മലയാളമായിരുന്നു. അത് അവിടെ സെലക്ട് ചെയ്യണം ആദ്യം. മലയാളം എന്നതിന് നേരെ ബബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് തരുന്ന 2 ബുക്ക്ലെറ്റ് ഉണ്ട് ലാംഗ്വേജിന് വേണ്ടി. 2 ബുക്ക്ലെറ്റ് തരും, ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 എന്നും പറഞ്ഞു. ആദ്യത്തെ ബുക്ക്ലെറ്റില് ചിലപ്പോ ഇംഗ്ലീഷ് ആയിരിക്കും ആദ്യം കിടക്കണേ, രണ്ടാമത് മലയാളം ആയിരിക്കും. പക്ഷെ നമ്മൾ പാർട്ട് 2 ഏതാ മലയാളം ആദ്യം ഓപ്ഷൻ എടുത്ത് അല്ലെ. അപ്പൊ മലയാളം ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം ഇവിടെ ചെയ്യേണ്ടത്. ഈ 91 തൊട്ട് 120 വരെയുള്ള നമ്പറില് നമുക്ക് രണ്ടാമത്തെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറില് നമ്മൾ ഓപ്ഷൻ എടുത്തേക്കുന്ന സബ്ജക്ട് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ മലയാളം എടുത്തേക്കുന്നുണ്ട്. എനിക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറില് മലയാളം ഇംഗ്ലീഷ്, ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷും ഉള്ളതുണ്ടാവും. പിന്നെ വേറെ ഒരെണ്ണത്തില് ആദ്യം ഇംഗ്ലീഷും പിന്നെ മലയാളം തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ഓപ്ഷൻ ലാംഗ്വേജ് 1 മലയാളം എടുത്തത് കൊണ്ട് മലയാളം ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇവിടെ പാർട്ട് 2 എഴുതണം. അതില് ഇംഗ്ലീഷ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. 91 തൊട്ട് 120 വരെയുള്ള നമ്പറിൽ മലയാളമാണ് ആദ്യം ഓപ്ഷൻ എടുത്തതെങ്കിൽ മലയാളമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എഴുതണം. അതിലുള്ള 91-120 നമ്പറിലുള്ള ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യേണ്ട. ഇനി ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തത് ഇംഗ്ലീഷ് ആയിരുന്നു പാർട്ട് 3 ലാംഗ്വേജ് 2 അല്ലെ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുക്കണം. അതില് ഇങ്ങനെ മൊത്തം 3 ബുക്ക്ലെറ്റ് തരൂട്ടോ നമുക്ക്. അതില് രണ്ടാമത്തെ കിടക്കുന്ന ഇംഗ്ലീഷ് കണ്ടോ. നമ്മള് അടുത്തെടുക്കേണ്ടത് ഏതായിരിക്കും? ഇംഗ്ലീഷ് ആദ്യം വന്നതായിരിക്കണം എടുക്കേണ്ടത്. 121-150 ക്വസ്റ്റ്യൻ നമ്പറിൽ ഇംഗ്ലീഷ് വന്നു. ഏതാണോ ഓപ്ഷൻ എടുത്തത് അത് ഈ നമ്പറിൽ എഴുതിക്കോണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 91-120 നമ്മൾ ആദ്യം മലയാളമാണ് ഓപ്ഷൻ ലാംഗ്വേജ് 1 കൊടുത്തിരിക്കുന്നതെങ്കിൽ 91-120 നമ്പറിൽ കാണുന്ന മലയാളം എഴുതുക. ദെൻ 121 മുതൽ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് വരുന്ന ഭാഗം അടുത്ത ബുക്ക്ലെറ്റിലായിരിക്കും ചിലപ്പോൾ അത്. 121-150 അത് ഇംഗ്ലീഷ് എടുത്തേക്കണമെങ്കിൽ അങ്ങനെ എഴുതുക. നേരെ തിരിച്ച് ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് എടുത്തേക്കണമെങ്കിൽ 90-120 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അതിലുണ്ടാവും, അത് എഴുതുക. ആ നമ്പറിന് നേരെ ഉള്ളത്. അപ്പൊ അവര് സെക്കൻഡ് ആയിട്ട് എടുക്കുക മലയാളം ആയിരിക്കും. അവർക്ക് 121-150 ആയിരിക്കും എഴുതേണ്ടത്. എല്ലാം കൂടെ എഴുതി കുളമാക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ ചോദിക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു പരീക്ഷയിലെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നാളെ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുതണം, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പരീക്ഷ നല്ല വൃത്തിയായിട്ട് എഴുതുക. 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ. എല്ലാ കാര്യങ്ങളും കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ 2 ബുക്ക്ലെറ്റ് അവസാനം തരുമ്പോൾ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഒരെണ്ണത്തിൽ 2ലും ഉണ്ടാവും ഇംഗ്ലീഷും മലയാളം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ സൂപ്പർവിഷൻ ടീച്ചറോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ മറുപടി തരും. നിങ്ങൾക്ക് സംശയം ഉള്ള സാഹചര്യത്തിൽ അത് കേട്ട ശേഷം മാത്രമേ അറ്റൻഡ് ചെയ്യാവുള്ളൂ, അല്ലാതെ അറ്റൻഡ് ചെയ്യരുത്. സമയം ശ്രദ്ധിക്കുക. മാത്സ് ഒക്കെ ചെയ്യണവർ പ്രത്യേകിച്ചും സമയം അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു everyone.